എസ്കേപ്പ് ഒന്നും ഇല്ലാതെ ഹലോ ഹലോ ക്ലിയർ ആയി പറഞ്ഞോ. അതായത് പ്ലാന്റർ ബോക്സ് നമ്മുടെ നേരത്തെ സംസാരിച്ച ആ ഒരു സ്റ്റെയർ പോർഷൻ വരുന്നില്ലേ, പുറത്ത് വരുന്നില്ലേ, ആ പുറത്ത് സ്റ്റെയറിന്റെ നമ്മുടെ പർഗോളേക്ക് വരുന്ന സാധനമില്ലേ? സൗമ്യ എന്ന് പറഞ്ഞു കൊടുക്കേ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, ഞാൻ വേറെ വിഷയം. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ, പ്ലാന്റർ ബോക്സ് വെക്കണം ഇതല്ലേ? ആ ആ അതെ. ഓക്കെ ശരി. ഇനി ഇതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് പോവാം. ഫ്രണ്ട് പോർഷനിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് പോർഷനില് നമ്മൾ കാണിച്ചിരിക്കുന്ന ജാളി വർക്ക് അത്രയായിരുന്നില്ല നമുക്ക് ആദ്യം കാണിച്ചിരുന്ന ജാളി വർക്ക്. ആ പിന്നെ അതേപോലെ ഇപ്പോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പുറമേക്കുള്ള പോർഷനില് ഇങ്ങനെ ത്രൂ ഔട്ട് ജാളി വർക്കാ കൊടുത്തിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ നമുക്ക് പാരപ്പറ്റ് പോകുന്നില്ലേ? ഉണ്ട്. ലിങ്കിന് പോകുമ്പോ അങ്ങനെ വരുമ്പോ അങ്ങനെ ത്രൂ ഔട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫുള്ള് ജാലി വർക്കാണോ ഉദ്ദേശിക്കുന്നേ? ഫുള്ള് ജാളി വർക്കല്ല, കുറച്ച് ജാളിയും കുറച്ച് പർഗോളയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ശരി. പക്ഷെ ഇതിപ്പോ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡൽ ഇല്ലാത്ത രീതിയിൽ ഫുള്ള് ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്ന രീതിയല്ലേ? അതെ. കട്ടാവില്ലേ? ഓക്കെ, അപ്പൊ ഒരു പകുതി ജാലി ആൻഡ് പകുതി പറുകോള പോലത്തെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, അത് ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു. ലിങ്കല് കട്ടാവില്ലേ? ടെക്നിക്കലി ഉള്ള കാര്യമില്ല, ലിങ്കല് കട്ടാവില്ലേ? ഇപ്പൊ ചെയ്തിട്ടില്ല, ലിങ്കല് കട്ടാവില്ലേ? ഹലോ, ഇവിടെ വെക്കാൻ എന്തെങ്കിലും ഡിസൈൻ, എന്തെങ്കിലും റെഫറൻസ് കയ്യിലുണ്ടോ ഉദ്ദേശിക്കുന്നതിന്റെ? അങ്ങനെ അല്ല, ഡിസൈൻ അല്ല ഞാൻ പറയട്ടെ. ആ ഇപ്പൊ നമ്മളിപ്പോ ഈ ജാളി വർക്ക് കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ ജാളി വർക്കും പർഗോളയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ. ഓക്കെ, പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് പാരപ്പറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നില്ലേ? ആ അവിടെ ആ ഒരു കട്ടിങ് കാണണ്ടേ? അത് ഓ അത് അതില്ലല്ലോ. ഇവിടെ ത്രൂ ഔട്ട് അല്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് കൊടുക്കുമ്പോ ഇത് കൊടുക്കുമ്പോ അവര് നമ്മളോട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഇത് കണ്ടിട്ടല്ലേ പണിയുന്ന ആൾക്കാർ പണിയുന്നത്. അപ്പൊ ഇവിടെ അവര് നമ്മള് ഈ സ്റ്റെപ്പിന്റെ ഒക്കെ പോകുന്ന ഭാഗത്ത് അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ ശരിയാവുമോ? ഇല്ലല്ലോ. ശരി, ഓക്കെ, അതെനിക്ക് ക്ലിയർ ആയി. അതൊക്കെ നോക്കുമ്പോ നമുക്കൊരു അകത്തിന്റെ പിക്ചർ ഒന്ന് എടുക്കാവോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അതില്? ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള്. പിന്നെ അകത്തെ പിക്ചേഴ്സ് എടുക്കുന്നുണ്ടോ? ഇന്റീരിയറിന്റെ എടുക്കുന്നുണ്ടോ? നമുക്ക് ആ എക്സ്റ്റീരിയർ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എക്സ്റ്റീരിയർ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇത്ര പറഞ്ഞ കാര്യങ്ങള്. പിന്നെ അതേപോലെ അടുക്കള ഭാഗത്ത് ഇതിന്റെ കളറില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പെയിന്റ് കളർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? പെയിന്റിന്റെ കളർ അത് നമുക്ക് പിന്നീടാണെങ്കിലും മാറ്റാവുന്ന കാര്യമാണല്ലോ പെയിന്റ് എന്ന് പറയുന്നത്. അല്ല, നമുക്ക് എല്ലാം ഒറ്റ ഇതിൽ ചെയ്യാനായിരുന്നു. ഇനി ഇതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി പറയാം. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യുന്നില്ല കളറില്. ഞങ്ങൾക്ക് അത്ര ഡാർക്ക് ആയിട്ടുള്ള കളർ വേണ്ട, ലൈറ്റ് ഷെയ്ഡ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ശരി, അപ്പോൾ പെയിന്റ് കളർ വേണ്ട. ഇനി എക്സ്റ്റീരിയർ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എക്സ്റ്റീരിയറിന്റെ ഇതില് വരുന്നത്. ഓക്കെ, നമുക്ക് ഇന്റീരിയറിൽ നമുക്കൊരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്റീരിയറിന്റെ ഓക്കെ. ഇപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഞാനൊരു നോട്ട് ആക്കിയിട്ട് ഞാനൊന്ന് സബ്മിറ്റ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് കൃത്യം 4 മണിക്ക് നമുക്ക് ഇന്റീരിയറിന്റെ. ഓക്കെ, ഓക്കെ, താങ്ക് യു.